നമ്മൾ അടുത്തിടെ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും അധികം ചിരിച്ചതും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു പടമാണ് മോഹിനിയാട്ടം. ആ മോഹിനിയാട്ടത്തിൽ നല്ലൊരു ക്യാരക്ടറാണ് നമ്മുടെ കലാരഞ്ജിനി അവതരിപ്പിച്ചത്, നമ്മുടെ ഉർവശിയുടെ ചേച്ചി. അപ്പോൾ ആ കഥാപാത്രം അവതരിപ്പിച്ച് ഇപ്പോൾ കലാരഞ്ജിനിക്ക് അതിൽ വലിയ പേരും പ്രശസ്തിയും കിട്ടി. അപ്പോൾ കലാരഞ്ജിനി ഒരു കാര്യം തുറന്ന് പറഞ്ഞിരിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ചോദിക്കാറുണ്ട്, ഈ ടോൺസിലേറ്റ് വന്നിട്ട് ഓപ്പറേഷൻ കഴിച്ചിട്ടാണോ ശബ്ദം പോയത്, അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. പക്ഷെ ഇതിനൊന്നും മറുപടി പറയാറില്ല. ഇപ്പോഴാണ് അതിനുള്ള യഥാർത്ഥത്തിലുള്ള മറുപടി പറയണത്. ഈ കലാരഞ്ജിനി കുറേ പടങ്ങളിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഉർവശിയൊക്കെ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് തന്നെ നസീറിൻ്റെ വരെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇതുപോലെ തന്നെ നായികയായിട്ട് അഭിനയിക്കുമ്പോൾ ഈ പ്രേംനസറിൻ്റെ ജോഡിയായിട്ട് അഭിനയിക്കരുത്. അപ്പോൾ പ്രേംനസർ എന്തുണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചോര വായിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു ചോര ഉണ്ടാക്കിയ ഒരു മിശ്രിതം വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു സീനുണ്ട്. മേക്കപ്പ് മാനാണ് ഇത് ഈ ചോരയും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് മേക്കപ്പ് മാനാണ്. അപ്പോൾ ഈ മേക്കപ്പ് മാൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊടിനത് ഒരു പൊടി അതിൽ കൂടെ വെളിച്ചെണ്ണ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ വായിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വായുടെ സൈഡിൽ കൂടെ ചോര വരുന്ന പോലെ വരും. അപ്പോൾ അതാണ് സീൻ. അപ്പോൾ നമ്മുടെ പ്രേംനസീറാണ് അത് വിഷമായിട്ടാണ് കൊടുക്കുന്നത്, വിഷം ഒഴിച്ചു കൊടുക്കുന്നത്. ആ സിനിമയിൽ സീൻ അതാണ്, വിഷം വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. രണ്ടുപേരും കൂടി വിഷം കഴിച്ച് മരിക്കാനാണ് സീൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഭാര്യയ്ക്ക് ഒഴിച്ചു കൊടുക്കണം, ജോഡിയായുള്ള അഭിനയിക്കുന്ന കലാരഞ്ജിനിക്ക്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ മേക്കപ്പ് മാൻ്റെ ഒരു അബദ്ധം പറ്റി. വേറൊരു കെമിക്കലുണ്ടായിരുന്നു അവിടെ. ഈ മേക്കപ്പ് മാൻ്റെ പല എക്യുപ്മെൻസും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആസിഡിൻ്റെ പോലെ അതിൻ്റെ താഴെയുള്ള ഒരു കെമിക്കൽ, ആ കെമിക്കലാണ് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ട് ഇത് കൂട്ടിയത്. ഇതിപ്പോൾ പ്രേംനസീറിനും അറിയില്ല, കലാരഞ്ജിനിക്കും അറിയില്ല. അങ്ങനെ ആ മേക്കപ്പ്, പക്ഷെ അതല്ല രസം. കലാരഞ്ജിനിക്ക് ഇങ്ങനെ ഒരു മേക്കപ്പ് മാൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി, എല്ലാം കഴിഞ്ഞു. ഇങ്ങനെ കലാരഞ്ജിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടു ചെന്നപ്പോൾ അവിടെ ആകെ ടോക്ക് എന്താണ്, കലാരഞ്ജിനി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഡോക്ടർമാരും എന്താ ആസിഡ് കുടിച്ചിട്ടുണ്ടെന്നായി പറയണത്. അപ്പോൾ ലൊക്കേഷനിൽ നിന്ന് കൊണ്ടു ചെല്ലണത്. അപ്പോൾ കലാരഞ്ജിനി ആത്മഹത്യക്ക് ശ്രമിച്ചു, ഇതാണ് വാർത്ത. അപ്പോഴേക്കും പോലീസ് വന്നു. പോലീസ് വന്നതോട് കൂടിയിട്ട് അപ്പോഴേക്കും കാര്യം പന്തിയില്ലാന്ന് കണ്ടോട് കൂടിയിട്ട് നസീറും മറ്റുള്ള ആൾക്കാരെല്ലാം കൂടി ആശുപത്രിയിൽ ചെന്നു. ആശുപത്രിയിൽ ചെന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ആത്മഹത്യക്ക് ഞാൻ കേസെടുക്കുന്ന കേസാണതേ. അങ്ങനെ ചെന്നിട്ട് നസീറെല്ലാം പറഞ്ഞത് അങ്ങനെയല്ല ഉണ്ടായത്, ഇങ്ങനെയാണ് ഒരു അബദ്ധം പറ്റിയതെന്ന്, ലൊക്കേഷൻ ഉണ്ടായ ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് കേസൊന്നും ചാർജ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ആ കേസിൽ നിന്നൊക്കെ ഒഴിവാക്കി. അപ്പോൾ അന്നത്തെ പത്രത്തിലൊക്കെ വലിയ ഹെഡിങ്ങിൽ വന്നു, കലാരഞ്ജിനി ഒരു പടത്തിൽ സെറ്റിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്നിട്ട് പിന്നെ അവരതൊരു കോമഡി ആയിട്ട് എടുത്തു. അപ്പോൾ ഓരോ വഴി പോകണമെങ്കിൽ ഇപ്പം തന്നെ പലരും പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാരഞ്ജിനിക്ക് ഇത് ടോൺസിലൈറ്റിയാന്ന് പറയുന്നുണ്ട്, പിന്നെ വേറെ പല രോഗങ്ങളാന്ന് പറയുന്നുണ്ട്, ചിലർ ക്യാൻസറാന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല രോഗങ്ങളും പലരും പറഞ്ഞു കേട്ടപ്പോൾ അതൊക്കെ കേട്ട് ലാസ്റ്റ് അവസാനമാണ് ഇപ്പോൾ ഈ ഒരു ഉണ്ടായ സത്യം ഇപ്പോഴത്തെ ജനറേഷനോട് തുറന്നു. ഇതത് കലാരഞ്ജിനിയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആ ഒഴിച്ചു കൊടുത്തോടുകൂടി കലാരഞ്ജിനിക്ക് മനസ്സിലായി എന്തോ ഭയങ്കരമായിട്ട് ചങ്കലം കൊണ്ട് പൊള്ളി. അപ്പം തന്നെ തുപ്പിക്കളഞ്ഞു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് വായിലേക്ക് ഇറങ്ങുകയും ചെയ്തു. അതോടുകൂടി പിന്നെ അപ്പം തന്നെ എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അപ്പം തന്നെ ഒരു ഓപ്പറേഷൻ നടത്തി. അങ്ങനെ കുറേ സമയം കുറേ പൈസ ഇതിനു വേണ്ടി ചിലവായി. കണ്ടമാനം ഡോക്ടർമാരെ കണ്ടു. അവരെല്ലാവരും ഒറ്റ വാക്ക പറഞ്ഞുള്ളൂ, ഇനി ശബ്ദം തിരിച്ച് കിട്ടില്ല. ഇപ്പം കിട്ടുന്ന ശബ്ദം പോലും അന്നുണ്ടായിരുന്നില്ല, വെറും ഒരു കിളി കീ 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 എന്ന് പറഞ്ഞൊരു ശബ്ദം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സിനിമകളിൽ നിന്ന് പല സിനിമകളിൽ നിന്നും ഔട്ടായി. അതുപോലെ പലരും പിന്നെ ഡബ്ബിങ് ചെയ്യണം, പിന്നെ വേറെ ആൾ ഡബ്ബ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ എടുക്കാനായിട്ട് ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. വലിയ നായികയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് കുറേ ചാൻസ് അങ്ങനെയും പോയി. അപ്പോൾ ഈ പ്രേംനസീറിന് ഭയങ്കര വിഷമമായി. എൻ്റെ കൈ കൊണ്ടാണല്ലോ അത് ഒഴിച്ചു കൊടുത്തത്. മേക്കപ്പ് ഒന്നും പറയാൻ പറ്റില്ല, അയാൾക്കും തെറ്റുപറ്റി, എല്ലാവർക്കും തെറ്റുപറ്റിയത്. ആരും ഇങ്ങനെ ഒരു സംഗതി ചെയ്യണമെന്ന് വെച്ച് മനഃപൂർവ്വം ചെയ്തതൊന്നല്ലത്. പക്ഷേ എന്താ ചെയ്യാം, പ്രേംനസീറിന് ഭയങ്കര വിഷമമായി. അപ്പോൾ പ്രേംനസീർ വലിയൊരു പൈസ കൊടുത്തു. ഇത്രയും പടങ്ങളില്ലാണ്ട് വെറുതെ വീട്ടിൽ ഇരിക്കേണ്ട വന്നു. അതുപോലെ കുറേ കാശ് ചിലവായി. എന്നിട്ട് പ്രേംനസീർ കുറേ കാശൊക്കെ കൊടുത്തു. അത് നസീറിൻ്റെ നല്ല സ്വഭാവം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ പിന്നെ ശബ്ദമൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടത്തിൽ ഉപയോഗിക്കാറില്ല. ഉപയോഗിച്ചതൊക്കെ വളരെ മോശം ശബ്ദമാകാൻ എല്ലാവരും വേറെ മാറ്റി ഡബ് ചെയ്യാറ്. പക്ഷേ ഈ മോഹിനിയാട്ടത്തിൽ സ്വന്തം ശബ്ദം കൊടുത്തു. സ്വന്തം ശബ്ദം കൊടുത്തിട്ട് എല്ലാവരും അതിനെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞത്, ഒരു കുഴപ്പമില്ല. ഇതുപോലെ തന്നെ വേറെയും കുറച്ച് പടങ്ങളിൽ 1-2 സീരിയലിൽ അതുപോലെ തന്നെ ശബ്ദം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കലാരഞ്ജിനിയുടെ ശബ്ദം പോയി നമ്മൾ പറയണേ. അല്ലാണ്ട് വേറെ ട്രാൻസ്ലേറ്റ് വന്നിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ വന്നോ ഒന്നുമല്ല ഈ ശബ്ദം പോയത്.
അപ്പം കൂടെ നിർത്താം.